കാർഷിക ഉത്സവമാണ് വിഷു. വിളവെടുപ്പിന്റെയും പുതുനാമ്പിന്റെയും ഒക്കെ വിഷുക്കാലം എന്നത് ഇന്ന് കേവലം ചൊല്ലു മാത്രമായി മാറി. പാടത്തേക്കും പച്ചക്കറിത്തോട്ടത്തേക്കും ഒക്കെ നോക്കിയാൽ ഇന്ന് കാണാനാവുക നിരാശയുടെ കരിനിഴൽ മാത്രമാണ്. കാർഷിക സംസ്കൃതി കൈവിട്ട മലയാള നാടിന്റെ ഓർമ്മകളിൽ മാത്രമാണ് ഇന്ന് സമൃദ്ധിയുടെ വിളവെടുപ്പ്. സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും പുത്തൻ വിതയുടെയും ഒക്കെ ഉത്സവമാണ് വിഷു. കർഷകൻ്റെ മനസ്സിനും ജീവിതത്തിനും നിറവും കുളിരും പകരുന്ന കാലം. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇന്ന് കൃഷിക്ക് എന്തു പ്രാധാന്യമാണുള്ളത്? കർഷകൻ മനസ്സു നിറഞ്ഞ വിഷു ആഘോഷിക്കുന്നുണ്ടോ? 100,000 പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഇന്ന് നമ്മുടെ കർഷകർ. നിലമൊരുക്കി വിത്ത് വിതയ്ക്കുന്നത് മുതൽ തിരിച്ചടിയാണ് നെൽകർഷകന്. കടം വാങ്ങി വിതയും വളവും വിളവെടുപ്പും പൂർത്തിയാക്കിയാൽ നെല്ലെടുപ്പിനായി സപ്ലൈകോയുടെ വരവ് കാത്തിരിക്കണം. നെല്ലെടുത്താലോ വില ലഭിക്കാൻ മാസങ്ങൾ കാക്കണം. കിട്ടേണ്ട തുക കൃത്യമായി കിട്ടാതെ പലപ്പോഴും PRS വായ്പയായാണ് കർഷകൻ്റെ കയ്യിലെത്തുന്നത്. സംഭരണ വില അടിക്കടി വെട്ടിക്കുറയ്ക്കുന്നത് വേറെ. കാലാവസ്ഥ കൂടി പ്രതികൂലമായി നിൽക്കുന്നതോടെ കർഷകൻ്റെ അവസ്ഥ ഇടുത്തി വെട്ടിയതിലും ഭീകരമാവുന്നു. കടം വാങ്ങി മുടിഞ്ഞ കർഷകന് ആത്മഹത്യ മാത്രമാണ് പിന്നെ മുന്നിൽ കാണുന്ന ഏക പരിഹാരം. ഈ ഗവൺമെൻറ്റുകാർ കാശ് തരാത്ത കാരണം നെല്ല് കൊണ്ടുപോയി തെരുത്തിര കൃഷിക്കാരാണ് ഞങ്ങൾ. ₹1 ഇന്ന് വരെ കിട്ടിയിട്ടില്ല. നെല്ല് അളന്നുകൊണ്ട് പോയിട്ട് 1 മാസമായി. PRC കിട്ടിയിട്ട് ഇപ്പോൾ 4-5 ദിവസമായുള്ളൂ. ഇത് എപ്പോൾ കാശ് കിട്ടും, എങ്ങനെ കിട്ടും, എന്താണെന്ന് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഞങ്ങൾക്കില്ല. ശരിക്കും ദാരിദ്ര്യ കൃഷിക്കാരനാണ്. ഈ കൊയ്ത്തിൻ്റെ ജസ്റ്റ് മുമ്പ് സ്വർണം പണയം വെച്ചിട്ടുള്ള കാശ് ചെലവ് ചെയ്തിട്ടാണ് കൊയ്ത്ത് മെഷീന് മറ്റുള്ള നെല്ലിപ്പണിക്ക് ഇങ്ങനെയുള്ള കാശ് കൊടുത്ത് സ്വർണം പണയം വെച്ചിട്ട് കൂലി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നെൽകർഷകരുടെ അവസ്ഥ മാത്രമല്ലിത്. സംസ്ഥാനത്ത് അവശേഷിക്കുന്ന പച്ചക്കറി കർഷകരുടെയും നാണ്യവിള കർഷകരുടെയും അവസ്ഥ സമാനം തന്നെ. പകലന്തിയോളം മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന വിളവിന് ലഭിക്കുന്ന തുച്ഛമായ വില കർഷകരെ ഇനി ഈ തൊഴിൽ വേണ്ടെന്ന് പ്രേരിപ്പിക്കുന്നു. ഇതിനോടകം നെല്ലുൾപ്പെടെയുള്ള കൃഷി ഉപേക്ഷിച്ച കർഷകർ ഏറെ. പുതിയ തലമുറ കൃഷിയിൽ നിന്ന് എന്നേ അകന്നു കഴിഞ്ഞു. കൃഷിയും കർഷകനുമാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. ഇത് രണ്ടും മറന്നുകൊണ്ടുള്ള നാടിൻ്റെ പോക്ക് ഒരിക്കലും നല്ലതിനാവില്ല. കൃഷിയുടെയും കർഷകൻ്റെയും വീണ്ടെടുപ്പാവണം ഈ വിഷുക്കാലത്തെ സന്ദേശം. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.